യൂട്യൂബ് എടുത്തിട്ട് ബാംഗ്ലൂർ ഡേയ്സ് ലെറ്റർ റീഡിങ് സീൻ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സീനാണത്. കാണാതായി പോയ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവസാനം ഒരു ലെറ്റർ കിട്ടുന്നു. മകനതിങ്ങനെ ദുഃഖഭാരത്തോടു കൂടെ വായിക്കുന്നു. പിന്നീടൊരു തിരിച്ചറിവ് കിട്ടുമ്പോൾ അപ്പൻ സന്തോഷത്തോടു കൂടെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിൽ അത് വായിക്കുമ്പോൾ അതിന് കിട്ടുന്ന വേറൊരു ആംഗിളുണ്ട്. ഒരു വളരെ സിമിലർ ആയിട്ടുള്ളൊരു കാഴ്ച ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വെക്കും. രണ്ട് രീതിയിൽ ഇത് വായിച്ചെടുക്കാം. ആദ്യത്തെ വായനയിൽ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകുമെന്നും ചന്ദ്രൻ പ്രകാശം തരികയില്ലെന്നും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് താഴെ വീഴുമെന്നും അന്ധകാര ആകാശങ്ങൾ ഇളകുമെന്നും മനുഷ്യപുത്രൻ അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ നമുക്കത് വായിച്ചെടുക്കാം. പക്ഷേ അതിന് തൊട്ട് മുൻപുള്ള ഒരു ബാനറുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മളത് വായിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ മാറുന്ന ഒരു ആംഗിളിൽ നിന്ന് കാര്യം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അവിടെ നമുക്ക് പിന്നെ പേടിയല്ല, നേരെ മറിച്ച് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അവൻ മാലാഖമാരെ അയക്കും, അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാലാഖമാർ ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തരണേ. അനർത്ഥങ്ങളും തകർച്ചകളും അന്തരീക്ഷത്തിൻ്റെ ഭാവമാറ്റവുമൊക്കെ ആരെയാണ് പേടിപ്പിക്കുന്നത്, അലട്ടുന്നത്? അതിൻ്റെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവരെയല്ലേ. എന്നാൽ അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ നിലത്തിഴയുന്ന പാമ്പിനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൻ്റെ തോളിലിരിക്കുന്ന കുഞ്ഞിനെ ആരാണ് ഉപദ്രവിക്കാൻ വരണേ? ഇടയൻ്റെ തോളിലെ ആടിന് ചെന്നായ വന്നാൽ എന്താ? അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ വലിയ സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ എൻ്റെ കർത്താവ് വരണമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ വായിക്കേണ്ട സുവിശേഷ ഭാഗമാണിത്. മലയാളികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ശൈലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്നുള്ളത്. എന്നാൽ ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജാഗ്രതയ്ക്ക് അപ്പുറം കടന്ന് സന്തോഷത്തോടുകൂടെ വായിക്കണമെന്നുള്ളത്. കാരണം മൈ ലോർഡ് ഈസ് കമ്മിങ്. ക്രിസ്തുവിനെ കണക്ക് തോന്നിക്കുന്ന ഒരു അപരിചിതനായിരുന്നു ആ നാട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് അവരിൽ ഒരാളും തങ്ങളുടെ വീട്ടിൽ അവൻ അഭയം കൊടുത്തില്ല. എങ്കിലും നല്ലൊരു മനസ്സ് കാണിച്ചു. ആ രാത്രി തങ്ങളുടെ ദേവാലയത്തിൽ അവനോട് അന്തി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തിരുക്കർമ്മങ്ങൾക്കെത്തിയ അവരെ ഭയത്തിലാഴ്ത്തിക്കൊണ്ട് ആ ദേവാലയത്തിൽ മുഴുവൻ ഇങ്ങനെ കരിക്കട്ട കൊണ്ട് എഴുതിയിട്ടിരുന്നു, ബിവയർ ബിവയർ, സൂക്ഷിക്കുക സൂക്ഷിക്കുക, ജാഗ്രതയോടുകൂടെ ഇരിക്കുക. ഇത് ഓരോ ദേവാലയത്തിൻ്റെയും ചുമരുകളിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കോറിയിട്ട് തരുന്നൊരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. ബിവയർ, ജാഗരൂകരായിരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പാരലായിട്ടുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സംഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നേരത്തെ പറയണേ. ഒരു തവണ ലോകത്തിന് തെറ്റുപറ്റിയതാണല്ലോ. അവൻ്റെ ആദ്യ വരവിൽ അവന് വേണ്ടി കാത്തിരുന്ന മനുഷ്യർക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാതിരുന്നത് പോലെ ഇനിയൊരു തെറ്റുപറ്റാത്ത വിധത്തിൽ അവനെ തിരിച്ചറിയാനും മാത്രമുള്ള ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വരണേ. പേടിയോടെയല്ല, പ്രത്യാശയോടെ ഒരുങ്ങണമെന്ന് വചനം നമ്മളോട് പറഞ്ഞു തരും. സ്നേഹം നിറച്ചു വെച്ചുള്ള ഉണർവോടുകൂടെ കാത്തിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരും. ഈ തൻ്റെ രണ്ടാമത്തെ വരവിനായി, ഒരേ ഒരു കാര്യത്തിനായി ഒരുങ്ങാനായി പല കാര്യങ്ങളും അവൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന കന്യകകളെ പോലെ ഒരുങ്ങണമെന്ന് കർത്താവ് ഒരിടത്ത് പറയും. കള്ളനെ കരുതി ഉറങ്ങാതിരിക്കുന്ന ഗൃഹനാഥനെ പോലെ ഒരുങ്ങണമെന്ന് പറയും. യജമാനനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദാസരെ പോലെ ഒരുങ്ങണമെന്ന്, വിളവ് കാത്തിരിക്കുന്ന കർഷകനെ പോലെ ഒരുങ്ങണമെന്ന്, മകനെ കാത്തിരിക്കുന്ന അപ്പനെ പോലെയും കുടുംബനാഥനെ പാർത്ത് കഴിയുന്ന ഭവനവാസികളെ പോലെയും ഒരുങ്ങണമെന്ന് പലയിടങ്ങളിലായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പറഞ്ഞു തരണമാണ്, ഞാൻ വരുമ്പോൾ ഇതേ സന്തോഷത്തോടെ, ഇതേ ഒരു ഉണർവോടുകൂടെ കാത്തിരിക്കണമെന്നുള്ളത്. കാലത്ത് പള്ളിക്കൂടത്തിലേക്ക് പോയ കുഞ്ഞിനെ അമ്മയും, ജോലിക്കായി ദൂരേക്ക് പോയ ഭർത്താവിനെ ഭാര്യയും, വീട്ടിൽ നിന്ന് അകലെയായിരിക്കുന്ന മാതാപിതാക്കളെ മക്കളും, മക്കളെ മാതാപിതാക്കളുമൊക്കെ കാത്തിരിക്കുന്നത് ഇങ്ങനെ സ്നേഹം കൊണ്ടാണല്ലോ. ഈ സ്നേഹം കൊണ്ട് കാത്തിരിക്കാനായിട്ട് വചനം പറയണേ.
ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാനായി നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കണം. ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയുടെ ഹൃദയാർദ്രതയോടെ, വീട്ടുടമസ്ഥനെ കാത്തിരിക്കുന്ന വേലക്കാരൻ്റെ പ്രതീക്ഷയോടെ, മണവാളനെ കാത്തിരിക്കുന്ന കന്യകകളുടെ ഹൃദയവികാരങ്ങളോടെ, രാജാവിൻ്റെ ആഗമനം കാത്തിരിക്കുന്ന പ്രജകളുടെ ഉത്സാഹത്തോടെ, തൻ്റെ ഭവനം കൊള്ളയടിക്കപ്പെടാതെ കരുതിയിരിക്കുന്ന ഗൃഹനാഥൻ്റെ ഒരുക്കത്തോടെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മളെ ഭയപ്പെടുത്തില്ല, നമ്മളെ കുറേം കൂടെയൊക്കെ തീക്ഷ്ണതയോടുകൂടെ ഈശോയെ കാത്തിരിക്കാനേ സഹായിക്കുള്ളൂ. അയാളുടെ ആ ചോദ്യം മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറണില്ല. എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ടായിരിക്കും അച്ചോ അവളുടെ മുഖം വാടിയത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ കേട്ടിരുന്ന, എന്നാൽ മനസ്സിനെ വല്ലാത്ത ഭാരത്തിലാക്കിയ ഒരു ജീവിതാനുഭവമായിരുന്നു അത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിദേശങ്ങളിൽ നിന്നൊക്കെ സർപ്രൈസായിട്ട് വന്ന് പ്രിയപ്പെട്ടവരെ ഞെട്ടിക്കുന്ന ഒരു കാര്യത്തിന് അയാൾ ശ്രമിച്ചതായിരുന്നു. ഒരു ക്രിസ്തുമസിന് വന്നത് ആരോടും പറയാതെ. മക്കളൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതിനിടയ്ക്ക് തൻ്റെ ഭാര്യയുടെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ട് അയാൾ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. വിട്ടുകൊടുക്കാതെയുള്ള അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് ഒരിക്കലും ഇടറിപ്പോകാത്ത വിധത്തിൽ തെറ്റിപ്പോയിരിക്കുന്ന ഒരു ദാമ്പത്യ അവിശ്വസ്തതയുടെ കഥകളായിരുന്നു. അതിൻ്റെ സങ്കടത്തിൽ വന്നിട്ടാണ് അയാൾ ചോദിക്കണേ, അന്ന് ഞാൻ വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ എന്നെ കണ്ടപ്പോൾ അവരുടെ മുഖം വാടിയത്? വചനം പറയും, ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന്, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. തെറ്റിപ്പോവാത്ത, ഇടർച്ച പറ്റാത്ത ഒരു ഉണർവോടുകൂടെ, കുറഞ്ഞു പോകാത്ത സ്നേഹത്തോടുകൂടെയൊക്കെ കർത്താവിനെ കാത്തിരിക്കാൻ തന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തെറ്റിപ്പോവാതെ അവനോട് വിശ്വസ്തനായി അവസാനം വരെ കാത്തിരിക്കുന്നവരെയും കൂട്ടി അവൻ തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് വചനത്തിൽ നിന്നുള്ള വാഗ്ദാനം. ഇതിൽ നമുക്ക് വലിയ സന്തോഷം തരികയും ഇത്തിരി അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യരെ കാത്തിരിക്കുന്നത് പോലെ കർത്താവും കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനുഷ്യർ കാത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു വചനഭാഗം നമുക്ക് എടുക്കാൻ പറ്റുന്നത് സങ്കീർത്തന പുസ്തകം 130 പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അത്രയും സന്തോഷത്തോടെ, അത്രയും പ്രതീക്ഷയോടുകൂടി മനുഷ്യർ കാത്തിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19 നമ്മൾ ഇപ്രകാരം വായിക്കും, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. കർത്താവിനിങ്ങനെ കാത്തിരിക്കുകയാണ്, അത്രയ്ക്ക് ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവം കാത്തിരിക്കുന്ന കുറച്ച് വചനങ്ങൾ നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപാടിൻ്റെ 22 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈശോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. മനുഷ്യരൊരുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ദൈവം ഒരുങ്ങുന്നുണ്ട്. ഈ ഒരു കൂടിച്ചേരലിന് വേണ്ടി, ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി, ഈ ഒരു തിരിച്ചു വരലിന് വേണ്ടി, നമ്മളെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഈ ഒരു കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. അത്രയും നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു സുവിശേഷത്തെ വായിച്ചെടുക്കുമ്പോൾ അത് വല്ലാത്തൊരു സ്നേഹാനുഭവത്തിലേക്കുള്ള ക്ഷണമായി മാറുന്നുണ്ടെന്നേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 8 തിരുവചനം, ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന അതേ വാക്കുകൾ വെച്ചിട്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പല പ്രവാചകന്മാരിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13 അധ്യായം 10 തിരുവചനം, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം 7 തിരുവചനം, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 10, 11 തിരുവചനങ്ങൾ. ഇതൊക്കെ ആവർത്തിക്കപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ 6 അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ.
ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണെന്ന്. ഇത്രയ്ക്കും ഭീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ആദിമ ക്രിസ്ത്യാനികൾ അതെങ്ങനെ സ്വീകരിച്ചു എന്നുകൂടി കാണണം. മാറാനാത്ത എന്ന് പറയുന്ന വലിയ പ്രത്യാശയുടെ പ്രാർത്ഥനയോടുകൂടെയാണ് അവർ ഈ ഭീതിപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലിനെ മാറ്റിയെടുത്തത്. ഇത് ഭീതിപ്പെടുത്തുന്ന കാര്യമല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കാനായി വരുന്ന വലിയ രക്ഷയുടെ സംഭവമാണെന്ന് അവരതിനെ മാറ്റിയെഴുതി. ഈ മാറാനാഥ എന്ന് പറയുന്ന ഒരു ജപമന്ത്രണങ്ങളോടുകൂടെ ഈ മനുഷ്യർ അന്ന് കാത്തിരുന്ന ആ ഒരു തീഷ്ണതയിൽ നിന്ന് നമ്മൾ എത്രയോ മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. കർത്താവ് വരുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം ഈ ഭൂമിയെ നവീകരിക്കുന്ന ജീവൻ്റെ വസന്തമാണ് സമ്മാനിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നാശമല്ല എന്നവർക്കറിയാമായിരുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ. മാറാനാത്ത എന്നുള്ള പ്രത്യാശയുടെ പ്രാർത്ഥനയുമായി ഈ സുവിശേഷത്തിലെ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം.